പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ചരിത്രത്തിൽ ക്രിസ്തുവിൻ്റെ വാക്കുകളാൽ ദ കേപ്പ അല്ലെങ്കിൽ പാറ എന്ന് വിളിക്കപ്പെട്ട സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഏൽപ്പിക്കപ്പെട്ട സഭയുടെ നെടുന്തൂണായി നിലകൊണ്ട ഒരു വിശുദ്ധൻ്റെ ജീവിതമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. വിശുദ്ധ പീറ്റർ. യഥാർത്ഥത്തിൽ ഒരു എളിയ മത്സ്യത്തൊഴിലാളിയായിരുന്ന ശിമയോൻ എങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ രൂപാന്തരപ്പെട്ട് ലോകത്തെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരിൽ കർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനും സഭയുടെ അമരക്കാരനുമായി മാർപ്പാപ്പയുമായി മാറിയ വിശുദ്ധ പത്രോസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ പരിശുദ്ധതയുടെ പറുദീസായിൽ കൂടുതൽ ചിന്തിക്കാൻ പോകുന്നത്. മനുഷ്യൻ്റെ ബലഹീനതകളും വീഴ്ചകളും അതിലൂടെ ഉയർത്തെഴുന്നേൽപ്പുമാണ് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ നമ്മൾ ഉടനീളം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മത്സ്യത്തൊഴിലാളിയായിരുന്ന ആദ്യത്തെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ വിശുദ്ധ പത്രോസിൻ്റെ യഥാർത്ഥ പേര് ശിമയോൻ എന്നാണ്. അദ്ദേഹം ജനിച്ചത് ഗലീലി കടലിൻ്റെ തീരത്തുള്ള ബെത്സയിദായിലായിരുന്നു. പിന്നീട് കഫർനാമിലേക്ക് താമസം മാറ്റി. ശിമയോൻ ഒരു എളിയ മത്സ്യത്തൊഴിലാളിയായിരുന്നു. വലിയ വിദ്യാഭ്യാസമോ പാണ്ഡിത്യമോ ഇല്ലാത്ത അധ്വാനശീലനായ ഒരു സാധാരണക്കാരൻ. പിന്നീട് ശിമയോൻ ഒരു വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് ഭാര്യയും കഫർനാമിൽ ഒരു വീടും ഉണ്ടായിരുന്നു. യേശു ശിമയോൻ്റെ വീട്ടിൽ വരികയും അദ്ദേഹത്തിൻ്റെ അമ്മായിയമ്മ രോഗബാധിതയായി കിടന്നപ്പോൾ അവർക്ക് സൗഖ്യം നൽകിയതായി സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ സഹോദരൻ അന്ത്രയോസിനെ കുറിച്ച് പറയുന്നത് ശിമയോൻ്റെ സഹോദരനായിരുന്നു അന്ത്രയോസ്. അന്ത്രയോസ് ആകട്ടെ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു. അന്ത്രയോസാണ് ശിമയോനെ യേശുവിൻ്റെ അടുക്കലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഇനി യേശുവിൻ്റെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിന്ന ശിമയോൻ്റെ ജീവിതം. ശിമയോനെ ആദ്യമായി കാണുമ്പോൾ യേശു പറയുന്നത് ഇപ്രകാരമാണ്: യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇനിയും ശിമയോൻ എന്നല്ല അറിയപ്പെടുന്നത്, കേപ്പ, പാറ എന്നാണ് അറിയപ്പെടുന്നത്. ഈ നാമത്തിൻ്റെ പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പാറ എന്നാണ്. പിന്നീട് ഈ രണ്ട് തരത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് പിന്നീട് നമുക്ക് മനസ്സിലാകുന്നു. ശിമയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാങ്ങണ എന്നാണ്. എന്നാൽ പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പാറ എന്നാണ്. അത് ഈ പത്രോസിൻ്റെ വിശ്വാസത്തെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തൻ്റെ വിശ്വാസം ആടി ഉലഞ്ഞിരുന്ന പത്രോസിനെ ഒരു പാറയാക്കി മാറ്റിയ പത്രോസിനെ കുറിച്ചാണ്. ആ വിശ്വാസത്തിൻ്റെ രണ്ട് തലത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ഈ പേരുകൾ. ശിമയോൻ്റെ വിളിയെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ വ്യക്തമാക്കുന്നത് ആഴമായ ഒരു ദൈവീക വിളിയോടുകൂടി സ്വീകരിച്ച യേശുവിൻ്റെ കൂടെ തൻ്റെ ശിഷ്യനായി സ്വീകരിച്ച ഒരാളാണ്. പ്രത്യേകിച്ച് ശിമയോനെ കർത്താവ് വിളിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ഇനി മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്ന വലിയ ഒരു ആഴമായ വിളിയോടുകൂടിയാണ് ശിമയോനെ തൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വാക്കുകൾ അത് ശിരസായി വഹിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായും വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായും യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവനാണ് ശിമയോൻ. അപ്പോസ്തലന്മാരിൻ്റെ തൻ്റെ തിരഞ്ഞെടുപ്പിന് ശേഷം യേശു തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ ശിമയോൻ പത്രോസ് പ്രഥമ സ്ഥാനം നൽകി എപ്പോഴും മുൻപന്തിയിൽ നിന്ന ആളാണ്. സുവിശേഷങ്ങളിൽ ശിഷ്യന്മാരുടെ പേരുകൾ പറയുമ്പോഴെല്ലാം പത്രോസിൻ്റെ പേരാണ് ഒന്നാമതായി പറയുന്നത്. യേശുവിൻ്റെ ഏറ്റവും അടുത്ത 3 ശിഷ്യന്മാരിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരിൽ ഒരാളായിരുന്നു വിശുദ്ധ പത്രോസ്. വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ ശിമയോൻ പത്രോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമെന്ന് നമ്മൾ നിരന്തരം വായിക്കുന്ന വചനഭാഗത്ത് നമ്മൾ കാണുന്ന കാര്യമാണ്. യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ജനങ്ങളോട് ചോദിക്കുന്നുണ്ട് ഒന്നാമത്തത്. രണ്ടാമത്തത് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. ആ നിമിഷം തന്നെ പത്രോസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ പ്രഖ്യാപനമാണ്: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇത് ഏറ്റുപറച്ചിലിന് ശേഷം കേവലം ഇത് മാനുഷിക ബുദ്ധിയിൽ പറയുന്നതല്ല എന്ന് കർത്താവ് വെളിപ്പെടുകയാണ്. യോനായുടെ പുത്രനായ ശിമയോനെ, മാംസരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്നതിന് ശേഷം കർത്താവിനോട് പറയുന്നതാണ്, നീ പാറയാണ്. നിൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പിനെക്കുറിച്ച് കർത്താവ് പത്രോസിനോട് സംസാരിക്കുന്നത് വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇതിനുശേഷം ഈ വിശ്വസ്തമായ ഏറ്റുപറച്ചിലിന് ശേഷം അതിൻ്റെ മറുപടിയായി പത്രോസിനോട് പറയുന്നത്, നീ പാറയാണെന്നാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ ഞാൻ പണിയും, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞ് പിന്നീടുള്ള വാക്കുകൾ നമ്മൾ കാണുന്നത് സഭയുടെ ചരിത്രത്തിൽ പത്രോസിൻ്റെ അധികാരത്തെയും പ്രാധാന്യത്തെയും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. താക്കോല് അതൊരു സഭയുടെ അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്.
യേശു നൽകിയ സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് എന്നത് അതിനെ അർത്ഥമാക്കുന്നത് പത്രോസിന് ബന്ധിക്കാനും അഴിക്കാനുമുള്ള അധികാരം നൽകി എന്നതാണ്. അതായത് ദൈവവചനം വ്യാഖ്യാനിക്കാനും പാപങ്ങൾ മോചിക്കാനുമുള്ള അധികാരമാണ് പത്രോസിലൂടെ സഭയ്ക്ക് നൽകുന്നത്. ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ ഈ സംഭവത്തോടുകൂടി പത്രോസ് ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ പ്രതിപുരുഷനായി മാറുകയാണ്. എങ്കിലും ഈ മഹത്തായ പദവി നൽകിയിട്ടും പത്രോസിന് മാനുഷ്യ സഹജമായ ബലഹീനതകളും വീഴ്ചകളും ഒക്കെ ഉണ്ടാകുന്നതായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് പത്രോസ് തന്നെ സുവിശേഷങ്ങളിൽ തുറന്ന് പറയുന്നതുകൊണ്ട് ഭയത്താലുള്ള ഒരു സംശയം ഈ പത്രോസിൻ്റെ ജീവിതത്തിൽ വരുന്നതാണ്. അത് മാനുഷികമായ ശക്തി ലഭിച്ച ഒരു വ്യക്തിയായിരുന്നിട്ടും അത് മനസ്സിലാക്കാതെ വെള്ളത്തിനു മീതെ നടക്കുന്ന സംഭവത്തിൽ ക്രിസ്തുവിനെ കണ്ടപ്പോൾ തനിക്കും നടക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്തയോടുകൂടി കർത്താവിനോട് പറയുകയാണ്. നടക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച ആ ഒരു ധൈര്യശാലിയായിരുന്നു പത്രോസ്. എന്നാൽ കാറ്റും കോളും കണ്ടപ്പോൾ ഭയന്ന് അദ്ദേഹം തൻ്റെ വെള്ളത്തിൽ മുങ്ങിപ്പോകുമോ എന്ന് പേടിച്ച് ചുറ്റുപാടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അവൻ വെള്ളത്തിലേക്ക് താണു പോവുകയും ചെയ്യുന്ന ഒരു സംഭവം. അവിടെ നിന്നാണ് കർത്താവ് അവനെ കരം പിടിച്ച് മുകളിലേക്ക് ഉയർത്തുന്ന ആ ഒരു ചിത്രം പലപ്പോഴും നമ്മൾ എന്നും കാണുന്ന ഒരു ചിത്രമാണ്. പിന്നീട് യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കർത്താവേ, ഇത് നിനക്ക് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് പത്രോസ് യേശുവിനെ തിരുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ യേശു തന്നെ വിളിക്കുന്ന ഒരു പേര് കടുപ്പത്തോടെ പറയുന്നത് സാത്താനെ ദൂരെ പോകൂ എന്നതാണ്, എൻ്റെ മുമ്പിൽ നിന്ന് പോകുക എന്നതാണ്. ഇത് സ്നേഹത്തോടുള്ള ഒരു തിരുത്തലാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കർത്താവ് സാത്താനെ എന്ന് വിളിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പലപ്പോഴും സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം തടസ്സം നിൽക്കുന്നതെന്നാണ്. ദൈവിക പദ്ധതികൾക്ക് തടസ്സം നിൽക്കുന്നവനാണ് സാത്താൻ. ഒരുപക്ഷെ അത് പത്രോസിനെ വിളിക്കുന്നത് മുഖാന്തരം സാത്താൻ എന്ന ആ ഒരു തിന്മയെ കർത്താവ് കൂടുതൽ മനസ്സിലാക്കി തരികയാണ് സുവിശേഷങ്ങളിലൂടെ. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവിക കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നവനാണ് സാത്താൻ എന്ന് മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ പിന്നീട് നമ്മൾ കാണുന്നത് അവസാന അത്താഴ സമയത്ത് പത്രോസ് അമിതമായ ആത്മവിശ്വാസത്തോടെ യേശുവിനോട് പറഞ്ഞു, എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല. എന്നാൽ യേശു പത്രോസിനെ തിരുത്തുകയാണ്. കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയുമെന്ന്. എന്നാൽ യേശുവിനെ ബന്ദിയാക്കിയപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോയി. പത്രോസ് ദൂരെ നിന്ന് യേശുവിനെ പിന്തുടരുകയാണ്. യേശുവിൻ്റെ ശിഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഭയത്താൽ പത്രോസ് 3 തവണ യേശുവിനെ തള്ളി പറയുകയാണ്. ആ നിമിഷം കോഴി കൂവുകയും പത്രോസ് തൻ്റെ വീഴ്ച മനസ്സിലാക്കുകയും കഠിനമായി കരയുകയും ചെയ്യുകയാണ്. ഒരു കർത്താവിൻ്റെ വിചാരണ സമയത്ത് പോലും പുറത്തിരുന്ന് തീ കായുന്ന പത്രോസിനെ കാണുന്നുണ്ട് നമ്മൾ സുവിശേഷത്തിൽ. അവിടെ വെച്ചാണ് ഒരു സ്ത്രീയുടെ മുന്നിൽ കർത്താവിനെ അതിനുശേഷം തള്ളി പറയുന്നതായി നമ്മൾ കാണുന്നത്. പിന്നീടുള്ള അനുദപിക്കുന്ന ഒരു നേതാവിനെ നമ്മൾ കാണുകയാണ്. ഈ വീഴ്ച പത്രോസിനെ ഒരു വലിയ നേതാവെന്ന നിലയിൽ നിന്ന് ഇകഴ്ത്തിയില്ല, പിന്നെയോ മറിച്ച് അനുദപിക്കാനുള്ളൊരു സാധ്യതയാണ് പത്രോസ് അവിടെ കാണുന്നത്. തൻ്റെ ശക്തിയെക്കുറിച്ച് ലോകത്തെ പഠിപ്പിച്ച ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ രൂപാന്തരപ്പെടുന്ന ഒരു വലിയ നേതാവായി മാറുകയാണ് പത്രോസ്. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷമുള്ള തൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് പത്രോസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മറ്റ് ശിഷ്യന്മാർക്ക് മുമ്പേ ആദ്യം പത്രോസിനാണ് പ്രത്യക്ഷപ്പെടുന്നത്. വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തുന്നത് വീണുപോയ ശിഷ്യനെ ആശ്വസിപ്പിക്കാനും പുനഃസ്ഥാപിക്കാനും പുതിയൊരു ജീവിതത്തിലേക്ക് ക്രിസ്തു കൂട്ടിക്കൊണ്ടുവരുവാനും കാണിച്ച ആ ഒരു വലിയ സ്നേഹത്തെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. 3 ചോദ്യങ്ങളിലൂടെ പത്രോസിനെ പുതിയൊരു ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന കർത്താവിനെ നമ്മൾ കാണാൻ സാധിക്കും. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ഗലീലി കടൽ തീരത്തിൽ വെച്ച് പത്രോസിനെ കണ്ടുമുട്ടുമ്പോൾ യേശു ചോദിക്കുന്ന 3 തവണയുള്ള ചോദ്യമുണ്ട്. പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നു 3 പ്രാവശ്യം ചോദിക്കുകയാണ്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് തന്നെ 3 പ്രാവശ്യം സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച് അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി പത്രോസ് ആദ്യത്തെ 2 പ്രാവശ്യം ഒരുപക്ഷെ പത്രോസിന് മനസ്സിലായില്ലെങ്കിലും 3-ാമത്തെ പ്രാവശ്യം പത്രോസ് മറുപടി പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവേ, നീ എല്ലാം അറിയുന്നുവല്ലോ. ഒരുപക്ഷെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തിന്മകളെ, വന്നുപോയ കർത്താവിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെല്ലാം കർത്താവിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുന്ന ഒരു നിമിഷമാണ് ഈ 3 ചോദ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടുള്ള നമ്മൾ വിശദമായി മനസ്സിലാക്കിയാൽ ഓരോ തവണ പത്രോസ് കർത്താവേ, നിനക്ക് അറിയാമല്ലോ എല്ലാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് മറുപടി പറഞ്ഞപ്പോൾ യേശു നൽകിയ കൽപ്പന എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നതായിരുന്നു. ഈ വാക്കുകളിലൂടെ യേശു പത്രോസിൻ്റെ തൻ്റെ മുഴുവൻ സഭയെയും
ഒരു പൂർണ്ണമായും അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പിന്നീടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് പെന്തക്കോസ്താ ദിനത്തിൽ ആ ദിവസത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ പത്രോസ് ഭയം വെടിഞ്ഞ് ധീരമായി പ്രസംഗിക്കാനായി എഴുന്നേറ്റ് നിൽക്കുന്നതും, അന്ന് പത്രോസ് നടത്തിയ ആ പ്രസംഗത്തിൽ അനേകം പേരെ, ഏകദേശം 3000-ഓളം പേര് മാനസാന്തരപ്പെട്ടതായി അപ്പോസ്തല പ്രവർത്തനത്തിലെ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നുള്ളൂ. ഇവിടെ പത്രോസിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്ന വലിയ സംഭവങ്ങളാണിത്. പിന്നെ അത്ഭുത പ്രവർത്തനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പത്രോസ് നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ജന്മനാ മുടന്തനായിരുന്ന ഒരു യാചകനെ അവനോട് പറയുന്ന കാര്യം ഇതാണ്: വെള്ളിയോ സ്വർണ്ണമോ എൻ്റെ പക്കലില്ല, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. അത് നസ്രായനായ യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം നൽകുന്ന പത്രോസിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ആദ്യം സഭയുടെ തലവനായി മാറുകയാണ് പത്രോസ്. യേശു സ്വർഗാരോഹണം ചെയ്ത ശേഷം പത്രോസ് ആദ്യത്തെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുകയും പിന്നീട് തീരുമാനങ്ങൾ എടുക്കുന്നതിലും സുവിശേഷം പ്രസംഗിക്കുന്നതിലും അത്ഭുതങ്ങൾ നടത്തുന്നതിനും ഒക്കെ മുൻപന്തിയിൽ നിന്ന ഒരാളായിരുന്നു പത്രോസ്. സഭയുടെ ആദ്യത്തെ ഈ തർക്കങ്ങൾ പരിഹരിക്കാനായി യെരുശലേമിൽ കൂടിയ അപ്പോസ്തലന്മാരുടെ കൗൺസില് പീറ്ററിൻ്റെ വാക്കുകളായിരുന്നു അന്തിമ തീരുമാനം ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ക്രിസ്തുമതത്തെ സ്വീകരിക്കാതിരിക്കുന്ന, പ്രത്യേകിച്ച് ക്രിസ്തുമതത്തിൽ നിന്ന് വിട്ടുപോയ യഹൂദ നിയമങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും തർക്കങ്ങൾ പരിഹരിക്കുന്നതിലും ഈ പത്രോസ് സൗമ്യതയോടെ അധികാരത്തോടു കൂടെ സംസാരിക്കുന്ന പത്രോസിനെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ യഹൂദന്മാരല്ലാത്ത സഭയിലേക്ക് കടന്നു വരണമെന്നും യഹൂദന്മാരല്ലാത്ത ആളുകൾ ദൈവഹിതം ആദ്യമായി അത് വെളിപ്പെടുത്തിയത് പത്രോസാണ്. റോമൻ ശതാധിപനായ സെഞ്ചൂറിയൻ, റോമൻ പട്ടാളത്തിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ കൊർണേലിയോസിനെ അദ്ദേഹം സ്നാനപ്പെടുത്തുകയും ഇത് സഭയുടെ ദൗത്യം ലോകം മുഴുവനുമുള്ള ആളുകൾക്ക് വേണ്ടിയാണെന്ന് തെളിയിക്കുകയും ചെയ്തത് വിശുദ്ധ പത്രോസാണ്. പിന്നീട് പത്രോസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവസാന കാലഘട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവരുടെ കണ്ണിലെ കരടായി മാറുന്ന പത്രോസ് ഒരിക്കൽ അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ അടയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പത്രോസിനെ അത്ഭുതകരമായി രക്ഷിക്കുന്ന സംഭവം നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ പത്രോസിൻ്റെ ലേഖനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, വിശുദ്ധ പത്രോസ് സഭയ്ക്കായി എഴുതിയ 2 ലേഖനങ്ങൾ, ഈ ലേഖനങ്ങളിൽ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ എങ്ങനെ നേരിടണമെന്നും വിശ്വാസത്തിൽ എങ്ങനെ വളരണമെന്നും അദ്ദേഹം തൻ്റെ ലേഖനങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. പിന്നീടുള്ള റോമിലേക്കുള്ള യാത്ര, പിന്നീടുള്ള രക്തസാക്ഷിത്വം. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ പത്രോസ് റോമിലേക്ക് യാത്ര ചെയ്യുകയും റോമിലെ സുവിശേഷം പ്രസംഗിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ദൗത്യം ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭരണകേന്ദ്രമായ ഈ റോമിനെ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിച്ചു. റോമിൽ വെച്ച് നീറോ ചക്രവർത്തിയുടെ കീഴിലെ ക്രിസ്ത്യാനികൾക്കെതിരെ അതിരൂക്ഷമായ പീഡനത്തിൻ്റെ സമയത്ത് റോം വിട്ട് ഓടിപ്പോകാൻ തീരുമാനിക്കുന്ന പത്രോസിനെ കണ്ടുമുട്ടുകയാണ്. അവിടെ വെച്ച് റോമിലേക്ക് പുറത്തേക്ക് ഓടിപ്പോകുമ്പോൾ വഴിയിൽ വെച്ച് ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതായും ഒരു പാരമ്പര്യം പറയുന്നുണ്ട്. ഇന്നും അവിടെ ഓടിപ്പോയ വഴിയൊക്കെ ഇന്നും അവിടെ ഉണ്ട് എന്ന്, അവിടെ പോകുന്നവർ അവിടെ പോയി നമ്മൾ യാത്ര നടത്തുമ്പോൾ ആ ഒരു വഴിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ലാറ്റിനിൽ കോ വാദിസ് എന്നാണ് മറുപടി പറയുന്നത്. ഞാൻ റോമിലേക്ക് പിന്നെയും പോവുകയാണ്. എന്തിനാണ്? ആ മറുപടിക്ക് കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ വീണ്ടും മരിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ പത്രോസ് അതിൻ്റെ മറുപടിയായി പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാം. അങ്ങനെ അവസാനം കുരിശുമരണത്തിലൂടെ കടന്നു പോകുന്ന പത്രോസിനെ കാണുകയാണ്. റോമിൽ വെച്ച് നീറോയുടെ കൽപ്പനപ്രകാരം പത്രോസ് പിടിക്കപ്പെടുകയും കുരിശിൽ തറച്ച് കൊല്ലാൻ വധിക്കപ്പെടുകയും ചെയ്തു. തൻ്റെ ഗുരുവായ യേശുവിനെ പോലെ മരിക്കാൻ താൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് പത്രോസ് തലകീഴായി തന്നെ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുക. പിന്നീട് നമുക്കറിയാം, ഇന്ന് നമ്മൾ കാണുന്ന റോമിലെ ബസിലിക്ക, AD 64 പത്രോസ് രക്തസാക്ഷിത്വം വരിച്ച സ്ഥലത്താണ് ഇന്നത്തെ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക നമ്മൾ കാണുന്നത്. അദ്ദേഹമാണ് സഭയുടെ ആദ്യത്തെ തലവൻ എന്ന നിലയിൽ റോമൻ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി കണക്കാക്കപ്പെടുന്നതും വിശുദ്ധ പത്രോസാണ്. പത്രോസ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന വലിയ ആത്മീയ പാഠങ്ങൾ. ഒന്ന്, വിശുദ്ധ പത്രോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വിളി നമ്മെ രൂപാന്തരപ്പെടുത്തും എന്നുള്ളതാണ്. ഒരു എളിയ മത്സ്യത്തൊഴിലാളിയിൽ നിന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സഭയുടെ പാറയായി മാറിയ, സഭയുടെ അടിസ്ഥാനമായി മാറിയ ഒരു വലിയ വിശുദ്ധൻ വിശുദ്ധ പത്രോസ്. അതോടൊപ്പം തന്നെ വീഴ്ചയും ഉയർത്തെഴുന്നേൽപ്പുമാണ്. വീണുപോയവരിൽ ഏറ്റവും വലിയവനാണ് പത്രോസ്. 3 തവണ തള്ളിപ്പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീഴ്ച മനുഷ്യൻ്റെ ഭയത്തെയും ബലഹീനതയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ വീഴ്ചയെക്കാട്ടിൽ വലുതാണ് ക്രിസ്തുവിനെ
ഉള്ള വീണ്ടും ഒരു പശ്ചാത്താപവും ക്ഷമയും സ്നേഹവും, തെറ്റുകൾ ചെയ്തതിന് ശേഷം പശ്ചാത്തപിക്കുകയും ക്രിസ്തുവിനിൽ നിന്ന് വീണ്ടും ക്രിസ്തുവിനെ ഏറ്റുപറയുകയും കാണിച്ച ഒരു ധൈര്യം, അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പത്രോസിൽ നിന്ന് സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്നാണ്. പിന്നീട് നമ്മൾ കാണുന്ന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തനിക്കുണ്ടായിരുന്ന ആത്മവിശ്വാസത്തെ ഇല്ലാതാകുന്ന ഒരു അവസരങ്ങൾ. ഈ ജീവിതത്തിൻ്റെ വഴിയിൽ നമ്മൾ ഇത്രയും നേരം കണ്ടുവന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് താൻ യേശുവിനെ സ്നേഹിച്ച ഒരു ശിഷ്യൻ, അത് നമ്മുടെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിക്കുന്നതാണ്. കർത്താവിനെ സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു പത്രോസ്. അതോടൊപ്പം തന്നെ തൻ്റെ ആത്മീയമായ ജീവിതത്തിൽ ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കാരണമായപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യുന്ന, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായി മാറുകയാണ്. വെറും വല നെയ്യാനും വള്ളം മീൻ പിടിക്കാനും അറിയാവുന്ന ഒരു മനുഷ്യൻ പിന്നീട് പ്രസംഗിക്കുമ്പോൾ 3000-ഓളം ആളുകളെ മാനസാന്തരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കാരണക്കാരനായ ഒരു വിശുദ്ധൻ. കർത്താവിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തെറ്റിപ്പോയ നിമിഷങ്ങളെ ഒന്നും ഓർക്കാതെ കർത്താവ് തിരിച്ച് പത്രോസിനെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഏത് പാപത്തിൻ്റെ നടുവിലാണെങ്കിലും നമ്മൾ പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ പുതിയൊരു ജീവിതം തരാൻ കർത്താവ് തയ്യാറാണ്. അത് ഈ പത്രോസ് തരുന്ന ഒരു ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തൻ്റെ അവസാന നിമിഷത്തിൽ കുരിശുമരണത്തിൻ്റെ സമയത്ത് പോലും തന്നെ തള്ളിപ്പറഞ്ഞവനെ ആണ് സഭയുടെ തലവനാക്കി മാറ്റിയത് എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനുണ്ട്. വിശ്വാസത്തിന് ആഴമുള്ള ഒരു പാറയെപ്പോലെ, ഒരു ശിമയോൻ എന്ന ജീവിതാവസ്ഥയിൽ നിന്ന് പാറ ആയ കേപ്പയായി മാറ്റിയ കർത്താവ്, വിശ്വാസത്തിൻ്റെ ധൈര്യം, അത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സഭയുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു മാതൃക തരുന്ന ഒരു വിശുദ്ധൻ്റെ ജീവിതം നമ്മളിന്ന് സ്വീകരിക്കുമ്പോൾ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാനും ജീവിത മാതൃകയാക്കി ജീവിക്കാനും നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിശുദ്ധൻ നമുക്ക് വലിയ ദൈവാനുഗ്രഹങ്ങൾ തരുന്ന ഒരു വിശുദ്ധനാണ്. വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു വിശുദ്ധൻ്റെ ജീവിതവുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.